പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരരാജ്യം. ഈ ഭീകരരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് UN ഒരു പിന്നെ പ്രതിനിധി UN സംസാരിക്കുമ്പോൾ ഇങ്ങനെ കയ്യൊക്കെ അടിച്ച് ഇന്ത്യ ഇപ്പൊ അങ്ങ് തീർത്തുകളെ, ഇന്ത്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചാമ്പാല ജിമ്പാല എന്നൊക്കെ പറയാം. ലോൺ കിട്ടാൻ വേണ്ടി മറ്റേ ഇതൊക്കെ വേണോ, നമ്മുടെ എയർപോർട്ട് തകർന്നേ, റോഡ് തകർന്നേ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പൊ പറഞ്ഞ് നമ്മൾ ശക്തമായി മറുപടി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ പറഞ്ഞു തീർന്നത് മാത്രമേ അങ്ങനെ ഓർമ്മയുള്ളൂ. ഒരൊറ്റ ആടി ഒരൊറ്റ ഇന്ത്യൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കിട്ടി അമ്മോന്ന് വിളിച്ച് വാങ്ങിച്ചു രണ്ട് ചെവി കൂടെയും പറഞ്ഞതാണ് കേട്ടത്. പിന്നെ തിരിച്ച് മറുപടി പറയാനുള്ളൂ, കാരണം എഴുതി വെച്ചത് വായിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പരിപാടി. അപ്പൊ ഇത് പിന്നെ എഴുതി കൊടുക്കും. അതായത് ഇനി ഇത് കേട്ടിട്ട് ഇനി അത് ഇംഗ്ലീഷിന് ഇത് ഇവരുടെ മാറ്റി പരിഭാഷയിലാക്കി ഉറുദുവിലൊക്കെ ആക്കിയിട്ട് ഇനി എഴുതി തിരിച്ചു വരുമ്പോൾ കുറെ സമയം എടുക്കുമല്ലോ. അപ്പൊ വാഞ്ച അടിയും കൊണ്ടങ്ങ് പോയി. അപ്പൊ ഇതിൽ എന്താണ്, ഇത് രാജ്യത്തിനെതിരെ പച്ചക്കള്ളമാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു എളുപ്പവും ഇല്ലാതെ വിളിച്ച് പറയുന്നത് നമ്മുടെ എന്താണ് വലിയ നേട്ടങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യക്കെതിരെ എന്നൊക്കെ ഉള്ള രീതിയിൽ. അതായത് ഇതിനെയൊക്കെ ഈ വീഡിയോയൊക്കെ ഇപ്പോൾ കേരളത്തിൽ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കാരണം ഇവർക്ക് കുറച്ചുനാൾ മുന്നേ വിഷമമുണ്ടായിരുന്നു. ഇതേ ഷഹബാസ് ഷെരീഫാണ് അവിടെ കുറച്ചുനാൾ മുന്നേ മാറി നിന്നത്, ഓർമ്മയുണ്ടോ? ഇങ്ങനെ നിന്ന് കണ്ടില്ലേ? അതായത് ഷാങ്ഹായ് കോർപ്പറേഷനിലെ അവരെ ഈ പുട്ടിന് മോദിയും മറ്റേ ഷീ ജിൻപിങ്ങും കൂടെ അത് ഏതൊരു പിച്ചക്കാരൻ നീ വാദം പറഞ്ഞ് മോദി വിളിച്ചോണ്ട് പോകുന്നൊക്കെ കണ്ടല്ലോ, അങ്ങനെ വിളിച്ചോണ്ട് പോകുന്നൊക്കെ കണ്ടല്ലോ. അല്ല അത് നമ്മളെ കൂട്ടത്തിൽ അല്ലല്ല, അവൻ വേറെ അവനെ നോക്കട്ടെ, അവനെ നോക്കട്ടെ, അങ്ങോട്ട് നോക്കിയാലേ ഇങ്ങനെ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ആയ എന്ത് ചെയ്യുന്ന പറഞ്ഞ് മോദി ഇങ്ങനെയൊക്കെ കൈയൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയും ഗതികെടുവോ മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതില് ഒരുപാട് പേര് ഇങ്ങനെ മനസ്സിലിങ്ങനെ എന്താണ് പകയോടെ കാത്തിരുന്നു, ഷഹബാസ് ഷെരീഫിന് ഒരു കാലം വരും, അതായത് ഏത് നായ്ക്കും ഒരു കാലം വരും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഷഹബാസ് ഷെരീഫിന്റെ കാലം ഇന്നലെ വന്നെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഷഹബാസ് ഷെരീഫിന്റെ കാലനായിരുന്നു ഇന്നലെ വന്നതെന്നുള്ളത്, കാലത്തിയായിരുന്നു വന്നെന്നുള്ളതായിരുന്നു അതുള്ളത്. ഈ ചുട്ട മറുപടി കൊടുത്തത് ആരുമല്ല, ആ മിടുക്കിയുടെ പേര് നമ്മുടെ ഡിപ്ലോമാറ്റാണ്, അതായത് നയതന്ത്രജ്ഞയായിട്ടുള്ള പെറ്റൽ ഗെലോട്ട് എന്ന് പറയുന്ന പെറ്റൽ ഗെലോട്ട് ഈ സ്ത്രീയാണ് കൊടുത്തത്. എന്താണെന്നറിയില്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പാകിസ്ഥാൻ അതായത് ഇപ്പം യുദ്ധം, നമുക്കിപ്പോൾ യുദ്ധത്തിനാണ് ഇറങ്ങുന്നതെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നത് പെണ്ണുങ്ങളെ കയ്യിലായിരിക്കും. ഇനി വാക്കുകൊണ്ടാണ് വരുന്നതെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നത് പെറ്റൽ ഗെലോട്ടായി. പെറ്റൽ ഗെലോട്ടിന്റെ മറുപടി ഒന്നും തന്നെ വൈറലാകുന്നില്ല, അതാരും തന്നെ മാധ്യമങ്ങളൊന്നും ചർച്ചയാക്കുന്നുമില്ല, അത് കാണിക്കുന്നില്ല. അപ്പൊ അല്ല, എനിക്ക് പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൽ അതുണ്ട് വിജയ്, നമ്മളത് തമാശക്ക് അല്ല ഞാൻ ചോദിക്കുന്നത്, കേന്ദ്രത്തിൽ BJP എന്ത് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്? അതേ ഞാനും ആലോചിക്കുന്നത്. അവിടെ ഞാൻ പറയണില്ല, ഈ ഫണ്ട് ഒക്കെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണല്ലോ ഇദ്ദേഹത്തിനെ തൂക്കിയത്, വാങ് ചുക്കിനെ കറക്റ്റ് ആയിട്ട് തൂക്കിയത് അത് വെച്ചിട്ടാണ്. അത് വെച്ച് കളിക്കാന്ന് വിചാരിച്ചു, നല്ല കളി ഗൂഢാലോചന. പക്ഷെ അമിത്ഷാ ഇറങ്ങി നുള്ളിൽ തേച്ച് വെച്ചു കൊടുത്തു. അത് ഈ ഫണ്ട് വരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഫണ്ട് വരുന്നത് ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന വാങ് ചുക്കിനൊക്കെ കിട്ടുന്ന പോലെ ആയിരിക്കണമെന്നില്ല. ഇല്ല, അത് മറ്റു പല രീതികളിലായിരിക്കും അത് വരുന്നത്. ഇവർ പറയുന്നത് വിദേശത്ത് നിന്നാണ് വരുന്നത്, അത് വിദേശത്തുള്ളൊരു പ്രവാസിയെ ഭീഷണിപ്പെടുത്തും. അപ്പൊ ഇയാൾ വീട്ടിൽ അയക്കുന്നത് പോലെ ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കും, ആ ഫണ്ട് അക്കൗണ്ട് വഴി വേറെ, അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കണ്ടുപിടിച്ചത്. അല്ല സ്വാഭാവികമായിട്ട് ഇവന്മാർക്കെല്ലാം ഈ ജിഹാദി ഫണ്ട് വരുന്നത് ഇങ്ങനെയാണ്. മറ്റേ കാപ്പന് വേണ്ടി കൊടി പിടിച്ചോണ്ട് കുറെ എണ്ണം നടന്നില്ലേ, സിദ്ദിഖ് കാപ്പന് വേണ്ടി. ഇവിടെ KUWJ ഒക്കെ മനുഷ്യനെ, ഒരു പെണ്ണിനെ മാധ്യമ സ്ഥാപനത്തിട്ട് പീഡിപ്പിച്ചാൽ പോലും ചോദിക്കാത്തവന്മാര് കാപ്പന് വേണ്ടി കൊടി പിടിച്ചോണ്ട് നടന്നു. അതെ, അത് നമുക്കറിയാം. ഈ പറയുന്ന സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന വ്യക്തിയെ വേറെ ഒരുത്തനും കൂടെ വേണ്ടി ഇതുപോലെ കഴിഞ്ഞ ദിവസം റാലി നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ എന്തോ പേര്, സഖാവ് അൻവറോ മറ്റേ, അതായത് ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പിടികൂടിക്കൊണ്ട് പോയില്ലേ, അതൊരു മാധ്യമ പ്രവർത്തകനാണ് കേരളത്തിന്റെ. പേര് മറന്നു, സഖാവ് അൻവർ എന്ന് അങ്ങനെ എന്തോ. അപ്പൊ അതും അവർക്കൊക്കെ വേണ്ടി ഭയങ്കര ഇതാണ്, ഐക്യദാർഢ്യമാണ്. അപ്പൊ ഇതായിരുന്നു. അപ്പൊ എന്തായാലും ഈ മറുപടിയുടെ ഒരു പരിഭാഷ ഉണ്ടല്ലോ, ഈ മറുപടി ഇംഗ്ലീഷിലായിരുന്നു. ഈ മറുപടിയുടെ പരിഭാഷ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് അത് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും തന്നെ പെറ്റൽ ഗെലോട്ട് പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ അത് വരാറില്ല. അപ്പൊ അതുകൊണ്ട്
നമ്മളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ അറിയാത്തത് നാട്ടുകാരെ അറിയിക്കുക, മറ്റൊരു മുക്കുന്നത് പൊക്കിക്കൊണ്ടുവന്ന് നാട്ടുകാരെ അറിയിക്കുക. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ കുറച്ച് രാജ്യസ്നേഹം കൂടി പോയി, നമുക്ക് കുറച്ച് അതിദേശീയത കൂടി പോയി, നമ്മൾ കുറച്ച് ദേശീയത കൂടിയവരായി പോയത് കൊണ്ട് കുഴപ്പമാണ്. അപ്പൊ അതെന്തായാലും ഐക്യരാഷ്ട്രസഭയിൽ ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഈ മറുപടി, ആ പരിഭാഷ ഇങ്ങനെയാണ്. അതായത്, മിസ്റ്റർ പ്രസിഡന്റ്, ഈ അസംബ്ലി രാവിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയിൽ നിന്ന് അസംബന്ധ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അവർ അവരുടെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ഭീകരതയെ വീണ്ടും മഹത്വപ്പെടുത്തി. അതായത് ഭീകരത എന്ന് പറയുന്നത് അവരുടെ വിദേശ നയമാണ്. അപ്പൊ ഇതിൽ പറയുന്ന ട്രോള് വേറെ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വാർത്തയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യക്ക് ഇതില് ഭീഷണിയായിട്ട് നിൽക്കുന്നത് UN ഒരു രാജ്യമാണ്. അതായത് ഭീകരവാദത്തിനെ നയതന്ത്രമായി കൊണ്ടു നടക്കുന്ന ഒരു രാജ്യം, വിദേശ നയമായി കൊണ്ടു നടക്കുന്ന ഒരു രാജ്യം. അപ്പൊ അത് അഭിമാനമായിട്ടാണ് കണക്കാക്കണത്. അഭിമാനമാണത്. അതെ, അത് പോരാളികളാണ്. പോരാളികളാണ്. അതാണ്, അതായത് ടീം B ആണ്. അപ്പോൾ അവർ അവരുടെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഭീകരതയെ വീണ്ടും മഹത്വപ്പെടുത്തി. എന്നിരുന്നാലും ഒരു തരത്തിലുള്ള നാടകത്തിനും ഒരു തരത്തിലുള്ള നുണയ്ക്കും വസ്തുതകൾ മറച്ചുവെക്കാൻ കഴിയില്ല. 2025 ഏപ്രിൽ 25 UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകര സംഘടനയാണ്. മിസ്റ്റർ പ്രസിഡന്റ്, ഭീകരതയെ വിന്യസിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന പാരമ്പര്യത്തിൽ വളരെ കാലമായി മുങ്ങിക്കുളിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ ലക്ഷ്യത്തിന് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള വിവരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലജ്ജിക്കുന്നില്ല. ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കാളിയാണെന്ന് നടിക്കുമ്പോഴും ഒരു ദശാബ്ദക്കാലം ഒസാമ ബിൻ ലാദന് അഭയം നൽകിയിരുന്നത് പാകിസ്ഥാനാണെന്ന് മറക്കരുത്. പതിറ്റാണ്ടുകളായി അവിടെ തീവ്രവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതിന്റെ മന്ത്രിമാർ തന്നെ അടുത്തിടെ സമ്മതിച്ചതാണ്. പ്രധാനമന്ത്രിയുടെ തലത്തിൽ ഈ ഇരട്ടത്താപ്പ് ഇത്തവണയും തുടരുന്നതിൽ അതിശയമൊന്നും ഇല്ല. ഒരു ചിത്രം 1000 വാക്കുകൾ സംസാരിക്കുന്നു. അതായത് ഒരു ചിത്രം 1000 വാക്കുകൾ സംസാരിക്കുന്നതാണല്ലോ പറയുന്നത്. ഓപ്പറേഷൻ ഇൻഡോറിൽ ഇന്ത്യൻ സേന ബഹാവൽപൂരിലും മുരിക്തിലും ഭീകരരെ വധിച്ച നിരവധി ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടു. മുതിർന്ന പാകിസ്ഥാൻ സൈനികരും സിവിലിയൻ ഉദ്യോഗസ്ഥരും അത്തരം കുപ്രസിദ്ധ ഭീകരരെ പരസ്യമായി മഹത്വപ്പെടുത്തുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഭരണകൂടത്തിന്റെ ചായ്വുകൾ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്ത്യയുമായിട്ടുള്ള സമീപകാല സംഘർഷത്തെക്കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വിചിത്രമായ ഒരു വിവരണമാണ് മുന്നോട്ട് വെച്ചത്. ഈ വിഷയത്തിൽ രേഖകൾ വ്യക്തമാണോ? മെയ് 9 വരെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ മെയ് 10 യുദ്ധം അവസാനിപ്പിക്കാൻ അവരുടെ സൈന്യം ഞങ്ങളോട് നേരിട്ട് വന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ സൈന്യം നിരവധി തവണ പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ നശിപ്പിച്ചതാണ്. ആ നാശത്തിന്റെ ചിത്രങ്ങൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ തകർന്ന റൺവേകളും കത്തിനശിച്ച ഹാങ്കറുകളും വിജയമായി തോന്നുകയാണെങ്കിൽ പാകിസ്ഥാന് അത് ആസ്വദിക്കാൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് കണ്ട് ആസ്വദിച്ചോളൂ. മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്ത്യയിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെയുള്ള ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഉത്തരവാദി എന്നതാണ് സത്യം. അത്തരം പ്രവൃത്തികൾക്കെതിരെ നമ്മുടെ ജനങ്ങളെ പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾ വിനിയോഗിക്കുകയും സംഘാടകരെയും കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായി സമാധാനം ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സംസാരിച്ചു. അദ്ദേഹം ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ വഴി വ്യക്തമാണ്. പാകിസ്ഥാൻ എല്ലാ തീവ്രവാദ ക്യാമ്പുകളും ഉടൻ അടച്ചുപൂട്ടുക. ഇന്ത്യ അന്വേഷിക്കുന്ന തീവ്രവാദികളെ ഞങ്ങൾക്ക് കൈമാറുകയും വേണം. വിദ്വേഷത്തിലും മതഭ്രാന്തിലും അസഹിഷ്ണുതയിലും മുഴുകിയിരിക്കുന്ന ഒരു രാജ്യം വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ഈ അസംബ്ലിയിൽ പ്രസംഗിക്കുന്നത് വിരോധാഭാസമാണ്. പാകിസ്ഥാൻ രാഷ്ട്രീയ പൊതു സംവാദങ്ങൾ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. വ്യക്തമായും കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കുക എന്നത് വളരെ കാലമായി ആവശ്യമാണ്. മിസ്റ്റർ പ്രസിഡന്റ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ഏതൊരു പ്രശ്നവും ഉഭയകക്ഷിപരമായി പരിഹരിക്കപ്പെടുമെന്ന് വളരെ കാലമായി സമ്മതിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ മൂന്നാം കക്ഷിക്ക് ഇടമില്ല. ഇതാണ് ഞങ്ങളുടെ ദീർഘകാല ദേശീയ നിലപാട്.
തീവ്രവാദത്തെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളും അവരുടെ സ്പോൺസർമാരും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കുന്നു. അതാണ് ഞങ്ങളുടെ പുതിയ നിലപാട്. രണ്ടുപേരും ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. ആണവ ഭീഷണിയുടെ മറവിൽ തീവ്രവാദം പ്രയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. ഇന്ത്യ ഒരിക്കലും അത്തരം ഭീഷണികൾക്ക് വഴങ്ങുകയുമില്ല. ലോകത്തോടുള്ള ഇന്ത്യയുടെ സന്ദേശം വ്യക്തമാണ്. തീവ്രവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. മിസ്റ്റർ പ്രസിഡന്റിനോട് ഞാൻ നന്ദി പറയുന്നു.